പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ജീവന്റെ അപ്പമായി വന്നു എന്റെ നാഥനാം ഈശോയിൻ നെഞ്ചിൽ. ദ്യോവിന്റെ വാതിൽ തുറന്നു തന്റെ ദാനങ്ങളിൽ ചൊരിഞ്ഞു. കരങ്ങൾ ഉയർത്തി ആരാധനാസ്തുതി ഈശോ നിത്യം ആരാധനാസ്തുതി ഈശോ. ആരാധനാസ്തുതി ഈശോ നിത്യം ആരാധനാസ്തുതി ഈശോ. കരങ്ങൾ വീശി ആരാധിച്ച് ആരാധനാസ്തുതി ഈശോ നിത്യം ആരാധനാസ്തുതി ഈശോ. ആരാധനാസ്തുതി ഈശോ നിത്യം ആരാധനാസ്തുതി ഈശോ. നമ്മുടെ ദാഹം തീർക്കാനായി ഈശോ നമ്മുടെ അരികിലേക്ക് വന്നണഞ്ഞ സമയമാണ്. നിങ്ങൾ ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കുടിക്കുവിൻ. ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കുവിൻ. ഈശോ എപ്പോഴും പറയുകയാണ്, നമ്മുടെ ആത്മാവിൻ്റെ ദാഹം, നമ്മുടെ ജീവിതത്തിൻ്റെ ദാഹങ്ങളെല്ലാം കർത്താവിന് മുമ്പിൽ നമുക്ക് ഇറക്കി വയ്ക്കാം. തീരാത്ത നമ്മുടെ ദാഹങ്ങൾ, തീരാത്ത നമ്മുടെ മോഹങ്ങൾ, തീരാത്ത നമ്മുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അതിലെല്ലാം ആശ്വാസം പകരാൻ, നമ്മുടെ ദാഹം തീർക്കാൻ ഈശോ ദിവ്യകാരുണ്യമായി നമ്മുടെ അരികിൽ അണഞ്ഞിരിക്കുന്ന സമയമാണ്. നമ്മുടെ ഈ കൂട്ടായ്മയിൽ, പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ കൂട്ടായ്മയിൽ പ്രിയപ്പെട്ടവരെ, ഈശോ തൻ്റെ ദാഹം, നമ്മുടെ ദാഹം ശമിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. ആ ബോധ്യത്തോടെ കർത്താവേ, അവിടുത്തെ തിരുമുമ്പിലേക്ക് നമ്മുടെ തീരാദാഹങ്ങളെ നമുക്ക് തുറന്നു വയ്ക്കാം. ആ സമരിയാക്കാരി പെൺകുട്ടി ഈശോയുടെ അരികിൽ ആ കിണറ്റിൻ കരയിലിരുന്ന് അവളുടെ ജീവിതത്തിൻ്റെ ദാഹങ്ങൾ തുറന്നു വെച്ചില്ലേ? 5 വിവാഹം കഴിച്ചതാണ്, 5 പേരുടെ കൂടെ ഞാൻ ജീവിച്ചു. ഇന്നും എൻ്റെ ജീവിതം പ്രതിസന്ധിയിലാണ്. ആർക്കും എൻ്റെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താൻ പറ്റിയില്ല, ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല, ആർക്കും എന്നെ സ്നേഹിക്കാൻ പറ്റിയില്ല, ആർക്കും എൻ്റെ കൂടെ ചേർന്ന് പോകാൻ പറ്റുന്നില്ല. അവരെല്ലാം ഒന്നടങ്കം എന്നെ ഉപേക്ഷിച്ചു പോയി. ഇപ്പോൾ 6ാമതൊരാളുണ്ട്, അതും അങ്ങനെ തന്നെയാ കർത്താവേ. അവളുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ എത്രയോ തീരാത്ത ദാഹങ്ങൾ, തീരാത്ത സങ്കടങ്ങൾ, പറഞ്ഞാലും കാര്യമില്ല എന്ന് തോന്നുന്ന എത്രയോ വേദനകൾ നമ്മുടെ മനസ്സിലുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് സ്വയം സമാധാനിക്കുന്ന നമ്മുടെ ആ ജീവിത പ്രശ്നങ്ങളെ നമുക്ക് തമ്പുരാന്റെ മുമ്പിലേക്ക് ഒരിക്കൽ കൂടി തുറന്നു വെച്ച് പാടാം. ഈശോ കടന്നു വരട്ടെ. ദാഹത്താൽ കേഴുമ്പോൾ നാഥൻ എൻ്റെ ദാഹം ശമിപ്പിച്ചു തന്നു. എല്ലാവരും പാടിക്കേ. ക്ലേശത്താൽ നീറുമ്പോഴെല്ലാം എൻ്റെ ക്ലേശങ്ങളിൽ താനണഞ്ഞു. ആരാധനാസ്തുതി ഈശോ. കരങ്ങൾ വീശി ആരാധിച്ച് ആരാധനാസ്തുതി ഈശോ നിത്യം ആരാധനാസ്തുതി ഈശോ. സ്നേഹത്തോടെ പാടിക്കേ. ആരാധനാസ്തുതി ഈശോ നിത്യം ആരാധനാസ്തുതി. ഈ കൂട്ടായ്മയോട് ചേർന്ന് ആരാധിച്ച് ആരാധനാസ്തുതി ഈശോ നിത്യം ആരാധനാസ്തുതി. പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള കൂട്ടായ്മകളോട് ചേർന്ന് ആരാധനാസ്തുതി ഈശോ നിത്യം ആരാധനാസ്തുതി. നമ്മുടെ കുടുംബങ്ങളുടെ പേരിൽ ഈശോയെ ആരാധിച്ചുകൊണ്ട് ആരാധനാസ്തുതി ഈശോ നിത്യം ആരാധനാസ്തുതി. വ്യക്തിപരമായ പേരിൽ ഈശോയെ ആരാധിച്ച് ആരാധനാസ്തുതി ഈശോ നിത്യം ആരാധനാസ്തുതി.
കരങ്ങൾ നമുക്ക് നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ രോഗങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ നീറുന്ന പ്രതിസന്ധികളിൽ, വലിയ ഭാരപ്പെടുന്ന നിമിഷങ്ങളിലെല്ലാം ഈശോ നമ്മുടെ അരികിലുണ്ട്. നമ്മളിന്ന് കണ്ണടച്ചാൽ അവൻ്റെ സാന്നിധ്യം നമ്മുടെ അരികിലുണ്ട്. രോഗത്തിൻ്റെ നേരത്തെ കുഞ്ഞെ, നീ തനിച്ചല്ല, നിന്റെ രോഗക്കിടക്കയിൽ നിന്റെ ഭവനത്തിൽ ഞാനുണ്ട് എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് അതല്ലേ? ഈശോ രോഗികളെ തേടി വന്നു, അവരുടെ ഭവനങ്ങളിലേക്ക് വന്നു, അവരുടെ അരികിലെത്തി അവരെ സുഖപ്പെടുത്തി. മരിച്ചവരെ പോലും ഉയർപ്പിച്ചുകൊണ്ട് ഈശോ നമുക്ക് നൽകുന്ന ഓർമ്മപ്പെടുത്തൽ, നിന്റെ രോഗത്തിൽ, നിന്റെ വേദനകളിൽ, നിന്റെ വേർപാടിൻ്റെ നാളുകളിലൊക്കെ നിന്റെ അരികിൽ ഞാനുണ്ട് എന്നുള്ള സാന്നിധ്യബോധമാണ്. ആ സാന്നിധ്യബോധം നമുക്കുണ്ടാകട്ടെ. എല്ലാ പ്രതിസന്ധികളുടെയും നടുവിൽ ഈശോ അരികിലുണ്ടെന്നുള്ള ബോധ്യം. വലിയ കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളെ, ഈ സമയം നിന്റെ അരികിൽ ഈശോ ഉണ്ടെന്നുള്ള ഓർമ്മയുണ്ടാവട്ടെ. വലിയ കടബാധ്യതകൾ, എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ, കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതകൾ, വീട് ജപ്തിയിലായി പോകുമോ എന്നുള്ള, ബിസിനസ്സുകൾ അവസാനിക്കുമോ എന്നൊക്കെയുള്ള, നാളെ അപമാനത്തിൻ്റെ ഭാരവുമേറി തെരുവിലേക്ക് ഇറങ്ങണമോ എന്നുള്ള വലിയ ആകുലതകൾ, നീറുന്ന വലിയ സങ്കടം നിന്റെ മനസ്സെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈശോ അരികിൽ ഉറപ്പെടുത്തുകയാ, നിന്റെ ഈ വേദനയുടെ നാളിൽ നിന്റെ കൂടെ ഞാനുണ്ട്. ആ സാന്നിധ്യം നമുക്കൊന്ന് അനുഭവിക്കാം. വലിയ രോഗത്തിൻ്റെ വലിയ ഭയപ്പാടി കഴിയുന്നവര്, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, ഹൃദ്രോഗങ്ങൾ, മറ്റ് വലിയ രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, മരണകാരണമായ രോഗങ്ങൾ, പ്രിയപ്പെട്ടവരെ ഭയപ്പെടുന്നുണ്ടോ? പ്രിയപ്പെട്ടവരുടെ രോഗത്തെ ഓർത്ത് വലിയ ആകുലതയുണ്ടോ? ദൈവമേ, എൻ്റെ പ്രിയപ്പെട്ടവൻ എങ്ങനെയാകും? എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതം എങ്ങനെയാകും? കർത്താവെ, അങ്ങനെ വലിയ വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തുള്ള വേദനയിലൂടെ നീറുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈശോ പറയുന്നു, നിന്റെ അരികിൽ ഞാനുണ്ട്. ജായിറൂസിന്റെ അരികിലിരുന്ന് ആ കുഞ്ഞിനെ തൊട്ടവനാണ് കർത്താവ്. ജായിറൂസിന്റെ വേദന കൂടി കണ്ടിട്ടല്ലേ ഈശോ ആ വീട്ടിലേക്ക് കടന്നു വന്നത്. ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണ്ട, നീ വരണ്ട എന്ന് പറഞ്ഞിട്ടും ഈശോ ആ വീട്ടിലേക്ക് വന്നത് ആ കുഞ്ഞിനെ ഓർത്ത് മാത്രമല്ല, ആ കുഞ്ഞിനെ ഓർത്ത് നീറുന്ന അപ്പനെ അമ്മയെ ഓർത്തിട്ട് കൂടിയാ ഈശോ കടന്നു വന്നത്. പ്രിയപ്പെട്ടവരെ, എങ്കിൽ ആ ഈശോ നമുക്കൊരു സാന്നിധ്യം തരുന്നുണ്ട്, ഒരു സാന്നിധ്യ അവബോധം തരുന്നുണ്ട്. നമ്മുടെ എല്ലാ പ്രതിസന്ധികൾ, ആശുപത്രികളിലായിരിക്കുന്നവര്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാര്, കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വഹിക്കുന്നവര്, ഭവനമില്ലാത്തവര്, ജോലിയില്ലാത്തവര്, മക്കളെ ഓർത്ത് വേദനിക്കുന്നവര്, കുടുംബത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവര്, വലിയ തകർച്ചകൾ നേരിടുന്ന ബന്ധ തകർച്ചകളിലൂടെ കടന്നു പോകുന്നവര്, അവരോടെല്ലാം ഈശോ പറയുന്നു, ആശ്വാസത്തിന് നിന്റെ കൂടെ ഞാനുണ്ട്. എന്നിലേക്ക് തിരിഞ്ഞ്, എൻ്റെ സാന്നിധ്യത്തിലേക്ക് തിരിഞ്ഞ് ആശ്വാസം പ്രാപിക്കുമെന്ന് ഈശോ പറയുന്നു. നമുക്ക് ആ ബോധ്യത്തോടെ ഈശോയെ, ആശ്വാസമായി നീ എൻ്റെ എല്ലാ നീറുന്ന പ്രതിസന്ധികളിലേക്ക്, രോഗങ്ങളിലേക്ക്, തകർച്ചകളിലേക്ക് എല്ലാം വരണമേ എന്ന് പ്രാർത്ഥിച്ച് ആ സാന്നിധ്യബോധം തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചു പാടാം. രോഗത്തിൻ നീരത്തു നാഥൻ എന്റെ ഖേദത്തിൽ പങ്കാളിയായി, നമ്മളോട് പങ്കാളിയായ ദൈവം ചാരത്തു വന്നെത്തി വേഗം ദിവ്യ സൗഖ്യത്തിൻ ആനന്ദമേകി. കണ്ണുകൾ അടച്ചാൽ അവൻ അരികിലുണ്ട്. ആ ബോധ്യത്തോടെ പാടിക്കേ. എന്റെ ഖേദത്തിൽ പങ്കാളിയായി, ചാരത്തു വന്നെത്തി വേഗം ദിവ്യ സൗഖ്യത്തിനാനന്ദമേകി. ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. രോഗത്തിൻ നേരത്തു നാഥൻ എന്റെ ഖേദത്തിൽ പങ്കാളിയായി, ചാരത്തു വന്നെത്തി വേഗം ദിവ്യ സൗഖ്യത്തിനാനന്ദമേകി. തീരാത്ത സ്നേഹത്തോടെ, തീരാത്ത സ്നേഹം നാഥൻ തോരാതെ ആവർത്തിച്ച് പാടി പ്രാർത്ഥിച്ചേ. തീരാത്ത സ്നേഹം നാഥൻ തോരാതെ ഈ സമൂഹത്തിലേക്ക് ഒഴുകി വരട്ടെ.
തീരാത്ത തീരാത്ത ഈ സ്നേഹം സമൂഹത്തിലേക്ക് ഒഴുകി വരട്ടെ. തോരാതെ തോരാതെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകി വരട്ടെ. തീരാത്ത തീരാത്ത സ്നേഹം നാഥൻ തോരാതെ തോരാതെ നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് ഒഴുകി വരട്ടെ. തീരാത്ത തീരാത്ത സ്നേഹം നാഥൻ തോരാതെ തോരാതെ ഈ ആലയത്തിലേക്ക് ഒഴുകി നിറയട്ടെ. തീരാത്ത തീരാത്ത സ്നേഹം നാഥൻ തോരാതെ തോരാതെ നമ്മുടെ കുറവുകളിലേക്ക് വന്ന് നിറയട്ടെ. തീരാത്ത തീരാത്ത സ്നേഹം നാഥൻ തോരാതെ തോരാതെ നമ്മുടെ പാപഭംഗിലമായ മേഖലകളിലേക്ക് ഒഴുകി നിറയട്ടെ. തീരാത്ത സ്നേഹം നാഥൻ തോരാതെ തോരാതെ നമ്മുടെ ഭയപ്പാടുകളിലേക്ക് നിറയട്ടെ. തീരാത്ത തീരാത്ത ഉത്തരമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക്, തോരാതെ തോരാതെ വഴി കാണാത്ത മേഖലകളിലേക്ക് വന്ന് നിറയട്ടെ. തീരാത്ത തീരാത്ത സ്നേഹം നാഥൻ തോരാതെ തോരാതെ വലിയ പ്രതിസന്ധികളിലായിരിക്കുന്നവരിലേക്ക് നിറയട്ടെ. തീരാത്ത തീരാത്ത സ്നേഹം നാഥൻ തോരാതെ തോരാതെ രോഗികളിലേക്ക് വന്ന് നിറയട്ടെ. തീരാത്ത തീരാത്ത സ്നേഹം നാഥൻ തോരാതെ തോരാതെ വേദനിക്കുന്നവരിലേക്ക് വന്ന് നിറയട്ടെ. തീരാത്ത തീരാത്ത സ്നേഹം നാഥൻ തോരാതെ തോരാതെ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിലേക്ക് വന്ന് നിറയട്ടെ. തീരാത്ത തീരാത്ത സ്നേഹം നാഥൻ തോരാതെ തോരാതെ ഇരു കരങ്ങളും ഉയർത്തി ആരാധന, ആരാധന സ്തുതി നിത്യം ഈശോ ആരാധന സ്തുതി നിത്യം ആരാധന സ്തുതി ഈശോ നിത്യം ആരാധന സ്തുതി ഈശോ ആരാധന സ്തുതി ഈശോ നിത്യം ആരാധന സ്തുതി ഈശോ ആവർത്തിച്ച് പാടിക്കേ. ആരാധന സ്തുതി ഈശോ നിത്യം ആരാധന സ്തുതി ഈശോ കരങ്ങൾ വീശി ആരാധിക്കാം. ആരാധന സ്തുതി ഈശോ നിത്യം ആരാധന സ്തുതി ഈശോ ആരാധന 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 കർത്താവേ, ആരാധന 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 ദൈവമേ, ആരാധന 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 ഈ കൂട്ടായ്മയിൽ ആരാധന 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 ദൈവമേ, ആരാധന 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 യേശുവേ, ആരാധന 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 ആരാധന